ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കു ആൻഡ് മീയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ നാടൻ വെള്ളയപ്പവും അതിന്റെ കൂടെ മുട്ടക്കറിയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ഒരു 1.5 കപ്പ് പച്ചരിയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ പച്ചരി യൂസ് ചെയ്തിട്ടാണ് ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. അപ്പൊ 4 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ അപ്പത്തിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിലേക്ക് മെയിനായിട്ട് 1 കപ്പ് നാളികേര വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാരയും, പിന്നെ ഇത്തിരി ഒരു ശകലം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഉണ്ട്, പിന്നെ 1/2 കപ്പ് അവലും കൂടി ഉണ്ട്. ഈ അവല് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഈ അവല് നമ്മൾ നാളികേര വെള്ളം എടുത്ത ആ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ അവല് 10 മിനിറ്റിന് ശേഷം അത് കുതിർന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിനെ നമ്മൾ നേരത്തെ എന്താണ് പറയാ നാളികേര വെള്ളമൊക്കെ ഒഴിച്ച ആ ഇതുണ്ടല്ലോ, ആ മിക്സ്ചറിലേക്ക് ഈ അവലും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ആഡ് ചെയ്തിട്ട് എത്ര മണിക്കൂറാണോ നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര ടൈം വരെയും ഈ എല്ലാ മിക്സ്ചറും ഇതുപോലെ തന്നെ 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ അരിയും ഈ മിക്സ്ചറും കൂടി അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാത്രമല്ല ഈ 1.5 കപ്പ് റൈസ് ആണല്ലോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മിക്സിയുടെ ജാറിൽ നമുക്ക് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് തന്നെയാണ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവലും നാളികേരമൊക്കെ കൂടിയിട്ടുള്ള ആ മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതും. അപ്പൊ നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ നേരത്തെ കോക്കനട്ട് എടുത്ത ആ 1 കപ്പില് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോയാണ്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത്രയും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ ഈ അരപ്പിന്റെ ബാക്കി ഉണ്ടാവില്ല, അപ്പൊ അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചത്. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10-12 മണിക്കൂർ നമുക്കിത് അടച്ചു വെച്ചിട്ട്, അപ്പൊ 10-12 മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നോക്കിയതേ ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് പൊന്തി വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഓരോരോ അപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഈ അപ്പച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 2 സ്പൂണായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം നമ്മൾ ചുറ്റിച്ചെടുക്കണം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നോക്കി തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ ഇപ്പൊ നമ്മുടെ റേഷൻ അരി കൊണ്ടാണ് നമ്മൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കണ്ട, ഈ ഒരു
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി തയ്യാറാക്കി എടുക്കണം. അപ്പം അതേ നമ്മുടെ രണ്ടാമത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അപ്പം മാത്രം പോരല്ലോ, നമുക്ക് ഇനി മുട്ടക്കറി വേണം. അപ്പം മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സവോള, ഒരു പൊട്ടറ്റോ, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, കറി ലീഫും, ചില്ലി, പിന്നെ ഗാർലിക്, ജിഞ്ചർ ഇതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇഷ്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി വലുപ്പത്തിലാണ് പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിടുക. ഇത് നോക്കി വളരെ ചെറിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ക്യാരറ്റും കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി നീളത്തിലരിയണം, ചില്ലി അരിഞ്ഞെടുക്കണം, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാൻ നാളികേരം കണ്ടോ, നമ്മൾ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 5-8 കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലവണ്ണം നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ആള് മുട്ടയാണല്ലോ, അപ്പോൾ നമുക്ക് മുട്ടയും കൂടി വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുത്തു. ഇനി ഇതും കൂടി നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ടി വരാനായിട്ട് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സവോളയും ഇതൊക്കെ കൂടി പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇതിനെ വഴറ്റണം. പിന്നെ നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത്തിരി ഗരം മസാല. അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാലയും കൂടി സ്മെല്ലാകുമ്പോൾ നല്ലൊരു മണം വരും നമ്മുടെ കറിക്ക്. പിന്നെ അതേ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ക്യാരറ്റും കൂടി ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നേരിട്ടാണ് ഇതിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് ഇത്തിരി അതൊന്ന് വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരണ്ടിട്ട് നമുക്കത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ എഗ്ഗ് ഇട്ടതിന് ശേഷം ഇതിന് നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ആ എഗ്ഗിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി പരമാവധി നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇതിനെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ഈ അരപ്പെല്ലാം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഗ്രേവിയിലും കിടന്നിട്ട് ഈ മുട്ടയും ആ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നല്ലോണം ആയി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കുരുമുളക്. അപ്പോൾ ആ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുമ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
ഇത്തിരി കുരുമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതേ നമ്മുടെ ഇവിടെ ഗ്രേവി നല്ലോണം കുറുകിയൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തയ്യാറായി ഈ ഒരു പരുവത്തിൽ റെഡി ആയിരുന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാത്രമല്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.